കഷ്ടം. ഇങ്ങനെ പേടിച്ചാലോ കോൺഗ്രസ്? സംഘപരിവാറിനെയും സംഘപരിവാർ ഭരണകൂടത്തെയും കോൺഗ്രസിന് പേടിയാണ്. കഴിഞ്ഞ ദിവസം AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിച്ചത് വലിയ വിവാദമായി. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റാൻസ കഴിഞ്ഞ്, അഥവാ അംഗീകരിച്ച് കോൺഗ്രസിന്റെ പഴയകാല നേതാക്കന്മാർ അംഗീകരിച്ച മതേതരത്വത്തിന് കുഴപ്പമില്ലാത്ത ആ ആദ്യത്തെ 2 സ്റ്റാൻസ മതിയെന്നാണല്ലോ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് കടക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ കണ്ടു, കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് നിർത്താൻ ആവശ്യപ്പെടുന്ന സോണിയാഗാന്ധിയെ കണ്ടു. പക്ഷേ ഇത് നേതാക്കന്മാർ വിശദീകരിക്കുമ്പോൾ, മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ അത് തടയാൻ ശ്രമിച്ചതല്ല, കസേര എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതാണ് സോണിയാഗാന്ധി എന്നുള്ള രീതിയിൽ ന്യായീകരിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഭീരുത്വമാണ് പുറത്തു വന്നത്. പേടിയാണ്. എന്താ കാരണം? ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ 3 വർഷം വരെ കഠിന തടവ് എന്നുള്ള രീതിയിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഇത് പേടിച്ചിട്ടാണ് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ നേതാക്കന്മാരൊന്നും അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചക്ക് നുണ പറഞ്ഞാൽ തടസ്സപ്പെടുത്തിയതല്ലാന്ന്. കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു നയമുണ്ടോ? സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നയമുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും അത് ചൊല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണ്ടേ? എല്ലാ സ്റ്റേറ്റ്, അതായത് കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് ഭരിക്കുന്നിടത്തും ഇത് പൂർണ്ണമായിട്ടും ആലപിച്ചു. കേരളത്തിൽ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ തന്നെ അത്യാവശ്യം സംഘപരിവാർ അനുകൂല സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികളുടെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ എതിർപ്പൊക്കെ മാറ്റിവെക്കാം. സ്വന്തം പാർട്ടിയിൽ നിന്ന് KSUവിന്റെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ലോയേഴ്സ് യൂണിയൻകാർ, KPCCയുടെ ജനറൽ സെക്രട്ടറി, ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ രൂക്ഷം വിമർശനം വന്ന സ്ഥിതിക്ക് ഇനി തൽക്കാലത്തേക്ക് ഇതിന്റെ പേരിൽ കൂടി വേണ്ട എന്ന് കരുതി എല്ലാ തരത്തിലും സംഘപരിവാറുകാരെ തിരികെ കയറ്റാനല്ലേ സതീശൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേരിലൊന്ന് മാറ്റാം എന്ന് കരുതി അതൊഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് ഭരിക്കുമ്പോൾ വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിച്ചു ഔദ്യോഗിക പരിപാടികൾ. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘപരിവാറിന്റെ അതേ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നല്ലേ. എല്ലാ വിഷയത്തിലും കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് റിപ്പോർട്ടർ TVയിലെ സ്മൃതി പരുത്തിക്കാട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവർക്കും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കോൺഗ്രസിന് പ്രത്യേകിച്ച് അവർ ന്യായീകരിച്ചുകൊണ്ടിരുന്ന VD സതീഷിനെയാണ്. കഴിഞ്ഞ ദിവസം MDMA കേസിൽ പിടിക്കപ്പെട്ട ആളുകളുമായിട്ടുള്ള VD സതീഷിന്റെ ബന്ധം, അതിന് ന്യായീകരിച്ചുകൊണ്ട് VD സതീശൻ പറഞ്ഞ നുണയും ഒക്കെ പൊളിഞ്ഞടങ്ങിയപ്പോൾ VD സതീഷിനെ പോലും കൈവിട്ടു റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഈ സ്മൃതി പരുത്തിക്കാട്. ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ കോൺഗ്രസിനെ പൂർണ്ണമായും കൈവിടുന്ന രീതിയിലാണ് സ്മൃതി പരുത്തിക്കാട് മീറ്റ് ദ എഡിറ്റേഴ്സിൽ സംസാരിച്ചത്. ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയെ ഒന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ആത്മാർത്ഥമായി കോൺഗ്രസിന്റെ നയങ്ങളെ എതിർക്കുന്നതായിട്ടാണ് ആ ചർച്ചയിൽ കണ്ടത്. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ കാണിക്കാം. ശരി, വന്ദേ മാതരത്തിൽ കോൺഗ്രസ് വെട്ടിലാണ്. അങ്ങനെ വെട്ടിലാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നോക്കൂ, 1937 കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ് മുഴുവൻ സ്റ്റാൻസയും ചൊല്ലേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് മതേതരത്വത്തിന് വിരുദ്ധമായി വരുന്ന ഒരു തീരുമാനമാകും മുഴുവൻ സ്റ്റാൻസയും ചൊല്ലിയാൽ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അതിൽ ഹിന്ദുമതത്തിലെ ദേവികളെയൊക്കെ പ്രകീർത്തിക്കുന്ന ഭാഗമാണ് പിന്നീടുള്ളത്. അപ്പോൾ ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് കൂടി സ്വീകാര്യമായ എല്ലാവർക്കും പാടാവുന്ന ഒരു ദേശീയ ഗാനം എന്നത്, ദേശീയ ഗീതം എന്ന രൂപത്തിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ അവയിൽ മതപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് മറ്റു സമുദായങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. മുസ്ലിം സുഹൃത്തുക്കൾ ഗാനത്തിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആക്ഷേപങ്ങളെ കമ്മിറ്റി അംഗീകരിക്കുന്നു എന്ന വാചകമാണ് അവിടെ പറഞ്ഞത്. ഒരു ചരിത്ര നോവലിന്റെ ഭാഗമായതിനേക്കാൾ പ്രാധാന്യം ആ പാട്ടിന് ദേശീയമായി കൈവന്നിരിക്കുന്നു എന്ന വസ്തുത കമ്മിറ്റി അംഗീകരിക്കുന്നു. ഇതൊക്കെ പരിഗണിച്ച് എപ്പോഴൊക്കെയാണോ വന്ദേ മാതരം പാടുന്നത് അപ്പോൾ ആദ്യത്തെ 2 ഖണ്ഡികൾ മാത്രം പാടിയാൽ മതി എന്ന് കമ്മിറ്റി തീരുമാനിക്കുകയാണ്. അതിലെ വന്ദേ മാതരത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ മറ്റ് ദേശഭക്തി ഗാനങ്ങൾ കൂടി പരിശോധിക്കുന്നതിന് അന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ്, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, നരേന്ദ്രദേവ് എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയെ കോൺഗ്രസ് സമ്മേളനം തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു വ്യക്തതയുണ്ടായിരുന്നു, 2 സ്റ്റാൻസ മതി എന്നുള്ളത്. അത് 1937 ഉണ്ടായിരുന്ന വ്യക്തതയാണ്. ആ വ്യക്തത നീണ്ട 89 വർഷങ്ങൾക്കിപ്പുറവും കോൺഗ്രസ് അണികൾക്കും കോൺഗ്രസിലെ മുഴുവൻ നേതാക്കൾക്കും ബോധ്യമായിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അതായത് ഒരു തീരുമാനം പാർട്ടി കൈക്കൊള്ളുന്നു, ആ തീരുമാനത്തിനനുസരിച്ച് ഇത്രയും കാലം പോകുന്നു. ഇവിടെ പാർലമെന്റിൽ മാത്രം പറയാനായി എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാട്? പാർലമെന്റിൽ മാത്രം സമരം ചെയ്യാനായി ഒരു നിലപാട് എന്താണ്? അപ്പോൾ പുറത്ത് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശമാണോ കോൺഗ്രസ് നൽകുന്നത്? അപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് 2 നിലപാടെടുക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിൽ എല്ലാവർക്കും ആ നിലപാടല്ല. കാരണം നമ്മുടെ മുന്നിൽ കോൺഗ്രസിൽ ആദ്യം നെഹ്റുവിനെയാണ് കാണുന്നത്. നെഹ്റുവിനുണ്ടായിരുന്ന വ്യക്തത, ആ വ്യക്തത പകർന്നു കിട്ടിയ നേതാക്കളുമുണ്ട്. നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ
RSS വിരുദ്ധമായ നിലപാടുകൾ എടുത്ത് ശക്തമായ എടുത്തതുകൊണ്ട് ഏറ്റവും അധികം കേസുകൾ നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നമുക്കറിയാവുന്ന പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് കേസുകളുണ്ട്. സവർക്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വിടുതൽ കിട്ടിയത്. രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് RSS വിരുദ്ധ നിലപാട് അദ്ദേഹം പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ അത് മറ്റ് നേതാക്കളിലേക്ക് എത്രത്തോളം പകർന്നു കിട്ടുന്നു? പല കാര്യങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിന് ഒരു വ്യക്തതയില്ലാത്ത നിലപാടുകൾ പല നേതാക്കൾ പല രൂപത്തിൽ അതിനോട് പ്രതികരിക്കുന്നു എന്നാണ്. പവൻ ഖേര എന്താണ് പറഞ്ഞത്? ഇത് കോൺഗ്രസിന്റെ തന്നെ ഗീതമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ആ പ്രതിഷേധം, സമരം എന്നുള്ള ചോദ്യം തിരിച്ച് നേതാക്കളിലേക്ക് വരികയാണ്. ഇത് കോൺഗ്രസ് നേതാക്കൾ, നേരത്തെ സുനിൽ പറഞ്ഞതോട് എനിക്ക് മറ്റൊരു വിയോജിപ്പുള്ളത്, ഇത് കേസെടുക്കുമെന്ന ഭയത്തിൽ, അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറയില്ലല്ലോ. സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തടയാൻ ശ്രമിക്കുന്നു, ഖാർഗെ തടയാൻ ശ്രമിക്കുന്നു. വന്ദേ മാതരം മുഴുവനായി പാടണം എന്ന് ഇപ്പോഴും ഒരു നിയമമില്ല രാജ്യത്ത്. 2026 തടസ്സപ്പെടുത്തിയ കേസാണെന്ന് ആലോചിക്കാതെയാണ് സോണിയാഗാന്ധി തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ് നമുക്ക് 2 സ്റ്റാൻസ് മതി എന്ന ഉറച്ച തീരുമാനം സോണിയാഗാന്ധിക്കുള്ളതുകൊണ്ടാണ്. സോണിയാഗാന്ധിക്കും ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കുമുള്ള ഉറച്ച തീരുമാനം എന്തുകൊണ്ടാണ് മറ്റു നേതാക്കളിലേക്ക് എത്താതിരിക്കുന്നത്? അതല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാട് അണികളിലേക്കും ഈ പറയുന്ന മറ്റു നേതാക്കളിലേക്കും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട വീഴ്ചയല്ലേ? ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഇപ്പോൾ അവിടെ സേവാദളിനെ ഏൽപ്പിച്ചു, സേവാദൾ പുറത്തുനിന്ന് പാട്ടുകാരെ കൊണ്ടുവന്നു, അവർ മുഴുവൻ പാടിയിട്ടേ നിർത്തിയുള്ളൂ എന്ന് പറയുന്ന ഒരു സാങ്കേതികമായ കാരണമാണ്. അത് എത്രത്തോളം നിൽക്കുന്ന വാദമാണ്? ആ വാദം നിൽക്കില്ല. സേവാദളിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ സേവാദളിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. സോണിയാഗാന്ധി അതിരൂക്ഷമായും രോഷത്തോടു കൂടി തന്നെയാണ് സേവാദളിലെ പ്രവർത്തകരെയും അവിടെ നിന്നും വിമർശിക്കുന്നതും അവരോട് രോഷത്തോട് പ്രതികരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ കാണുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ, കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പൂർണ്ണമായി ആലപിക്കുന്നതാണ് കാണുന്നത്. നമുക്ക് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ നേരത്തെ ഈ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിൽക്കുന്നുണ്ടെന്ന് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനും ഈ പറയുന്ന നിയമസഭയിലാണ് മുഴുവൻ ആലപിക്കാനൊന്നും ഇവർക്ക് ആർക്കും തന്നെ വന്ദേമാതരം അറിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വന്ദേമാതരം എന്നുള്ള ഭാഗം മാത്രം പാടുന്നു. പക്ഷേ എല്ലായിടത്തും മുഴുവൻ, അത് ഹിമാചലിൽ, തെലങ്കാനയിൽ ഒപ്പം തന്നെ പിന്നെ കർണാടകയിൽ 3 ഇടത്തും പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. അപ്പോൾ നേതൃത്വം എടുക്കുന്ന നിലപാട് എത്രത്തോളമാണ് താഴേക്ക് എത്തിച്ചെല്ലുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുമ്പോൾ പാർട്ടി നേതൃത്വമാണ് പരിഹാസ്യമാകുന്ന യാഥാർത്ഥ്യമാണ്. കേരളം മാത്രമാണ് അതിൽ മാതൃക കാണിച്ചിരിക്കുന്നത്. അത് പാടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് ഈ 2 സ്റ്റാൻസിൽ നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ വിമർശിച്ചുകൊണ്ട് വന്ന BJP കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിലും ഏറ്റവും പരിഹാസ്യമായ കാര്യം കോഴിക്കോട് കോർപ്പറേഷനിൽ, അതായത് അവിടെ മേയർ അടക്കമുള്ളവർ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അതേസമയം ദേശീയ ഗാനത്തെ അപമാനിച്ചുകൊണ്ട് അപ്പുറത്ത് വന്ദേ മാതരം പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തമാശ രീതിയിലേക്ക് അത് മാറുകയാണ്. എന്നിട്ട് കാസർഗോഡും ഇതേ കാഴ്ച. കാസർഗോഡ് വന്ദേ മാതരം BJP നേതാക്കൾ പാടുമ്പോൾ അവർക്ക് വരികൾ അറിയാതെ മൊബൈൽ നോക്കി പാടിയിട്ട് പോലും, എല്ലാവർക്കും ഈ വന്ദേ മാതരം മുഴുവൻ അറിയുകയൊന്നുമില്ല, അത് വരികൾ നോക്കി പാടിയിട്ട് പോലും വന്ദേ ഭാരതം എന്ന് പാടുന്നതൊക്കെ ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും പരിഹാസ്യമായ ഒരു കാര്യം അവിടെ നടക്കുന്നു. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വന്ദേ മാതരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളും ഇത്തരത്തിൽ കൺഫ്യൂഷൻ നമ്മൾ കാണുന്നത്. ഈ നെഹ്റുവിന് ഇപ്പോൾ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ക്ലാരിറ്റി, ആ ക്ലാരിറ്റിയാണോ പിന്നീടുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്? അല്ലേ, അവിടെ ഒരു രാംലല്ല അവിടെ കൊണ്ടുവയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് നെഹ്റു പറഞ്ഞിരുന്നതാണ്. അന്നത്തെ UP മുഖ്യമന്ത്രിയോടാണ് കാര്യം പറഞ്ഞത്. രാമവിഗ്രഹം പള്ളിയിലേക്ക് ഒളിച്ചു കടത്തിയത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞത്. അന്ന് പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്ത്, അല്ലെ, അദ്ദേഹം ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റാതിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വികാരം വ്രണപ്പെടുമെന്ന് വിചാരിച്ച് അത് അവിടെ നിന്ന് എടുത്തു മാറ്റിയില്ല. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അതെങ്ങനെയാണ് വികസിച്ച് വേറെ രൂപത്തിലെത്തിയെന്ന് നമുക്കറിയാം. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അവിടെ വാതിൽ തുറന്നു കൊടുക്കുന്നത്, അത് പള്ളിയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. നരസിംഹറാവുവിന്റെ കാലത്താണ് പള്ളി പൊളിക്കുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് രാമക്ഷേത്രം വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് എന്താണ്? രാമക്ഷേത്രത്തിന് വേണ്ടി ഇഷ്ടികൾ നൽകാൻ തയ്യാറാവുന്ന കമൽനാഥിനെയാണ് കാണുന്നത്. രാമക്ഷേത്രത്തിന് ഉദ്ഘാടന സമയത്ത് തന്നെ വിളിച്ചില്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ അവർക്ക് ഈ പറഞ്ഞ, അതാണ് ഈ മൃദു ഹിന്ദുത്വ സമീപനം എന്നൊക്കെ പല നേതാക്കളെ പറ്റി വിമർശിക്കുന്നത്. ഇതിലൊരു ഒരു ക്ലാരിറ്റി കുറവ്, എവിടെ ഏത് രൂപത്തിൽ പ്രതികരിക്കണം, അഥവാ അത് വോട്ട് നഷ്ടമാകുകയാണോ, നിലപാട് ക്ലാരിറ്റിയോടുകൂടി എല്ലാവരിലേക്കും എത്തിക്കുകയാണോ പ്രധാനമെന്നുള്ള ചോദ്യം. അപ്പോൾ ഇന്നിപ്പോൾ ഈ മുഴുവൻ ആലപിച്ചിരിക്കുന്നത് BJPയുടെ തന്ത്രത്തിന് തടയിടാനാണെന്ന് കരുതുന്നില്ല. ഇതിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഴുവൻ ആലപിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം എടുത്ത നിലപാട് താഴേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്
എവിടെയും അത് പാടിയിട്ടില്ല ഔദ്യോഗിക പരിപാടികൾ എന്നുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്ന നിലപാട്. അത് ഏക ആശ്വാസം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആകെ ആശ്വാസമായിരിക്കുന്നത് കേരളം മാത്രമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രതികരണത്തിൽ ലഭ്യമാകേണ്ടതുണ്ട്. ഈ പറയുന്ന ജയറാം രമേശിന്റെ പ്രതികരണമായിരിക്കില്ല അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അവർ അത് ആ നിലപാട് പരസ്യമായി തന്നെ പറയേണ്ടതുണ്ട്. ഇതുവരെ എടുത്ത സമരം, പ്രതിഷേധം അത് ആ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ തരത്തിൽ വീഴ്ച പറ്റിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടതുമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.